ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണിത്. പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു ചിക്കൻ കറി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ബിരിയാണി വെക്കണമെങ്കിലോ ഒരു മീൻ കറി വെക്കണമെങ്കിലോ ഏറ്റവും കൂടുതൽ നമുക്ക് സമയം പോകുന്നത് എന്തിനായിരിക്കും? ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കുന്നതിനായിരിക്കും. എനിക്കതിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കണം. കുറച്ച് ടാസ്ക്കാണ്. പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ നല്ല പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് നമ്മളിതിൽ വെള്ളം കംപ്ലീറ്റ് നമ്മളിത് വൈപ്പ് ചെയ്ത് കളയണം. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ. ഞാനിവിടെ തീരെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിൽ ഏറ്റവും ചെറിയ സൈസിലാണ് ഇത് കട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നനവ് തട്ടാണ്ട് സൂക്ഷിക്കുക. നമ്മളിത് ഡ്രൈ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് നല്ലൊരു ഗ്ലാസ് ജാറിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം നമ്മുടെ ഫ്രീസറിൽ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതേപോലെ വെളുത്തുള്ളി നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ഗ്ലാസ് ജാറിൽ നമുക്കിത് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. അത് ഇതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് അരച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. നെക്സ്റ്റ് ചെയ്യാറുള്ള കാര്യമാണ് ചെറിയ ഉള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലൊരു തുണി വെച്ച് അതിൽ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ആഴ്ച വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. മാസത്തിൽ ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദിവസവും കിച്ചണിലെ ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. എന്നാൽ അത് 1 മാസത്തോളം കേടുകൂടാണ്ടിരിക്കും. ചെറിയ ഉള്ളി മാത്രം ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. തേങ്ങയും ഞാൻ ഇതുപോലെ ഒരു ബോക്സ് നിറച്ചും കളക്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കും കേട്ടോ. 1 മാസം വരെയൊക്കെ അത് ഫ്രീസറിൽ കേടുകൂടാണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് സമയമെടുത്ത് ക്ഷമയോടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകേണ്ട കുട്ടികളുള്ള അമ്മമാരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് നമ്മൾക്കൊരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ ഒരു എത്രയും പെട്ടെന്ന് നമ്മൾക്ക് കിച്ചണിലെ ഡ്യൂട്ടികൾ തീർത്ത് വേറെ ജോലിക്ക് പോകേണ്ട ആൾക്കാരാണെങ്കിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും. കറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം മാറ്റി വെച്ചിട്ട് നമുക്ക് അതേപോലെ അടച്ച് ഫ്രീസറിലും ഫ്രിഡ്ജിലും വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.